പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇവിടെ കണ്ടോ, മനോഹരമായ ഒരു ദേവാലയമുണ്ട്. ഇത് വളരെ പഴക്കമുള്ളയൊരു പള്ളിയാണ്. സ്വീഡൻ നാട്ടിൽ ഗോത്തൻബർഗ് എന്നൊരു പട്ടണമുണ്ട്. അവിടെ ഞാൻ ശുശ്രൂഷയ്ക്കായി വന്ന സമയത്ത് ആ പട്ടണത്തിൻ്റെ അടുത്ത് ഒരു ദ്വീപുണ്ട്, കടലിൻ്റെ ഉള്ളിലുള്ള ദ്വീപ്. വളരെ മനോഹരമായ ദ്വീപാണത്. ഇവിടെ ഒരുപാട് ആളുകൾ വസിക്കുന്നുണ്ട്, പള്ളിയും ഉണ്ട്. ഈ ദ്വീപിലെ വളരെ ഭംഗിയുള്ള ഒരു ദേവാലയമാണിത്. ഇത് 1100-ാം വർഷം മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ദേവാലയമാണ്. അതിനുശേഷം 1450-ൽ കല്ലുകൊണ്ട് നിർമ്മിച്ചു. ഇപ്പോഴും ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ലൂതറൻ ദേവാലയമാണ്. ഇവിടെ ധാരാളം ലൂതറൻ വിശ്വാസികളുണ്ടെന്ന് എനിക്ക് കാണാൻ സാധിച്ചു. ഇത് മാർട്ടിൻ ലൂതറിന്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രോട്ടസ്റ്റന്റ് ഉണർവ് മുഖേന സ്വീഡനിൽ ആ ഉണർവുണ്ടായി. അനേകം കത്തോലിക്ക വിശ്വാസികൾ ലൂത്തറൻ സഭയിലേക്ക് മാറി. ഇവിടെ ഒരുപാട് സഭകൾ, അതായത് ലൂത്തറൻ സഭകൾ ഉള്ളതായി കാണാൻ സാധിച്ചു. ശരി, ഇന്ന് ദൈവം എനിക്ക് തരാൻ പോകുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ? പുറപ്പാട് 34-ാം അധ്യായം 24-ാം വാക്യം. നിന്റെ അതിർത്തികളെ ഞാൻ വിശാലമാക്കും എന്ന് ദൈവം പറയുന്നു. ഇത് യഹോവ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. എൻ്റെ മകളെ, നിന്റെ അതിരുകളെ ഞാൻ വിസ്താരമാക്കും. എൻ്റെ മകനെ, നിന്റെ അതിരുകളെ ഞാൻ വിസ്താരമാക്കും. അതിർത്തി വിസ്താരമാക്കുമെന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ സ്വത്തുക്കളും സ്ഥലങ്ങളും കച്ചവടവും തൊഴിലും വരുമാനവും എന്നൊക്കെ വിചാരിക്കും. അതുമാത്രമല്ല, നമ്മുടെ ആത്മീയ അതിരുകൾ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അതിരുകൾ വിസ്താരമാക്കണം. അഭിഷേകത്തിൻ്റെ അതിരുകൾ വിസ്താരമാക്കപ്പെടണം. ദൈവം നിങ്ങളുടെ മേൽ വെക്കുന്ന സ്നേഹത്തിൻ്റെ അതിരുകൾ വിസ്താരമാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവീക സ്വഭാവങ്ങളും ആത്മീയ അനുഭവങ്ങളും വിസ്താരമാക്കണം. അത് മുഖാന്തിരമേ മറ്റാശീർവാദങ്ങൾക്ക് നമ്മെ തൊടാനാവൂ. അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഉള്ളതിനേക്കാൾ ദൈവത്തിൻ്റെ മേലുള്ള നിങ്ങളുടെ വിശ്വാസം വിസ്താരമാകും. നിങ്ങളുടെ അഭിഷേകം വിസ്താരമാകും. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേലുള്ള വിശ്വാസവും വിസ്താരമാകും. അതുകൊണ്ട് ദൈവം നിങ്ങളെ ആശീർവദിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ തൊഴിൽ, ഇവയെല്ലാറ്റിലും ഒരു വിസ്താരം, ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് യഹോവ നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം. ഒരുപക്ഷെ നിങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നാൽ ശുശ്രൂഷയുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കി തരും. ഇത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെ ഇരിക്കാത്ത വിധം വിസ്താരമുള്ളതാക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിച്ച് ഏതൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് വിസ്താരമുണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ പ്രതീക്ഷിക്കുന്നുവോ ആ കാര്യത്തിൽ ഒരത്ഭുതം നടക്കും. ഇപ്പോൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏതു ഭാഗത്തിന്റെ അതിരുകളെയാണ് വിസ്താരമാക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബകാര്യത്തിൽ, നിങ്ങളുടെ ബിസിനസ് കാര്യത്തിൽ, ശുശ്രൂഷയുടെ കാര്യത്തിൽ, അഥവാ ദൈവത്തോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും ഏതിലാണ് നിങ്ങൾ വിസ്താരമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? അതിരുകളെ വിസ്താരമാക്കണേ യേശുവേ എന്ന് പറയും. ദൈവം വാക്ക് തന്നത് നിറവേറ്റും. ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി അല്ലേ നിങ്ങൾ വിസ്താരമാക്കപ്പെടണമെന്ന്? എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കാം. പിതാവേ, നിന്റെ അതിരുകളെ വിസ്താരമാക്കും എന്ന് വാക്ക് തന്നിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ആത്മീയ അതിരുകളെ വിസ്താരമാക്കണമേ. ശുശ്രൂഷയുടെ അതിരുകളെ വിസ്താരമാക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും എനിക്ക് വിസ്താരമുണ്ടാവണം. ദൈവമേ, ബിസിനസിന്റെ അതിരുകളെ വിസ്താരമാക്കണമേ. എന്റെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വിസ്താരമാക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ